ഓംപ്രകാശിനെയും ഷിഹാസിനെയും കാണാൻ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും അടക്കമുള്ളവർ ഹോട്ടലിലെത്തിയത് ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന നിഗമനമാണ് പോലീസിനുള്ളത്. ഇതുറപ്പിക്കുന്നതിനും കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള പരിശോധനകളാണ് നടക്കുന്നത്. താരങ്ങളുൾപ്പെടെ ഫോൺ കോൾ രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ്. ഓംപ്രകാശിന്റെ സംഘത്തിലുള്ളവരുമായി ഇവർക്ക് നേരത്തെ മുതൽ ബന്ധമുണ്ടെന്ന സംശയം പോലീസിനുണ്ട്. ഓംപ്രകാശ് മുൻപും പാർട്ടികൾ സംഘടിപ്പിക്കുകയും കൊക്കൈൻ വിതരണം നടത്തിയിരുന്നതുമായാണ് വിവരം. കൊച്ചി, കാക്കനാട് ഇയാൾ കുറച്ചുകാലം താമസിച്ചിരുന്നു. സിനിമാ മേഖലയിലുള്ളവരുമായി അടക്കം ഓംപ്രകാശ് ബന്ധം സ്ഥാപിക്കുന്നത് ആ സമയത്താണ്. ഓംപ്രകാശ് കൊച്ചിയിലെത്തിയത് ബോൾഗാട്ടിയിലെ അലൻ വോക്കറുടെ സംഗീത നിശയിൽ പങ്കെടുക്കാൻ കൂടി വേണ്ടിയാണ്. എന്നാൽ അതിനു മുൻപ് ഹോട്ടലിലെ ലഹരി പാർട്ടിയിൽ പിടിവീഴുകയായിരുന്നു. ഓംപ്രകാശിനെയും ഷിഹാസിനെയും കസ്റ്റഡിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ്. അങ്ങനെയെങ്കിൽ താരങ്ങളെ വേഗത്തിൽ വിളിച്ചു വരുത്തി പ്രതികൾക്കൊപ്പമിരുത്തി ചോദ്യം ചെയ്യാനായിരുന്നു നീക്കം. എന്നാൽ കുറഞ്ഞളവിലായിരുന്നു ലഹരി എന്നതിനാൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. എങ്കിലും അധികം വൈകാതെ ഹോട്ടലിലെത്തിയ 20 പേരെയും വിളിപ്പിക്കാനാണ് തീരുമാനം. അതിനിടെ ലഹരി പാർട്ടി കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത കൊച്ചി എളമക്കര സ്വദേശി ബിനു ജോസഫിന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ലഹരി പാർട്ടിയിലേക്ക് ആളുകളെ എത്തിച്ചതിൽ ബിനുവിന് നിർണായക പങ്കെന്ന് പോലീസ് പറയുന്നു. ഇയാൾ നേരത്തെയും സമാന കേസിൽ പ്രതിയാണ്. കുറഞ്ഞ അളവിലാണ് ലഹരി പിടിച്ചെടുത്തതെങ്കിലും അതിനു മുൻപ് വൻതോതിൽ ലഹരി ഉപയോഗം നടന്നതായി വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം വാർത്തകൾ വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസിച്ചുള്ള പോസ്റ്റ് പങ്കുവച്ച് പ്രയാഗ മാർട്ടിൻ രംഗത്ത് വന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.